നമസ്തേ. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം നിശ്വാസമുതിർക്കൂ പക്ഷേ പിന്മാറരുത്, സങ്കടപ്പെടൂ പക്ഷേ പശ്ചാത്തപിക്കരുത് എന്നുള്ളതാണ്. നിശ്വാസമുതിർക്കൂ പക്ഷേ പിന്മാറരുത്, സങ്കടപ്പെടൂ പക്ഷേ പശ്ചാത്തപിക്കരുത് എന്ന് പറയുമ്പോൾ ഏതൊരു വിഷയവും നമുക്ക് സങ്കടമായാലും സന്തോഷമായാലും ദുഃഖമായാലും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ സങ്കടത്തിലോ ഈ സന്തോഷത്തിലോ നമ്മൾ അമിതമായി മുഴുകിക്കൊണ്ട് അങ്ങനെ മുഴുകുമ്പോൾ നമ്മുടെ ഈ ഒരു ജീവിതം, ഈ ഒരു സമയം, ഈ ഒരു പ്രസൻറ്റ് മൂമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ശരിയായ രീതിയിൽ അനുഭവിക്കാനോ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാനോ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനോ നമുക്ക് പറ്റുന്നില്ല, നമുക്കതിന് കഴിയുന്നില്ല. അങ്ങനെ കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ടായിരിക്കണം. അതിനനുസരിച്ച് നന്നായി പ്രവർത്തിച്ച് മുൻപോട്ട് പോകാനുള്ള ഒരു താല്പര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വീണ്ടും നമ്മൾ പറയുന്നത്, എടുത്തു പറയും, നിശ്വാസം മുതിർക്കൂ പക്ഷേ പിന്മാറരുത്, സങ്കടപ്പെടൂ പക്ഷേ പശ്ചാത്തപിക്കരുത് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു വിഷയവും ചെയ്യാം. പക്ഷെ അതിലും അമിതമായി പോകുന്നതിന് മുൻപായി നമ്മുടെ മനസ്സും ശരീരവും ഒരു മാതിരി പാകപ്പെടുത്തി വെച്ച് നല്ലൊരു അച്ചടക്കത്തോടുകൂടി വളരെ ഒരു പ്രവൃത്തി ഭംഗിയോടുകൂടി നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഓരോ ദിശയും ഓരോ വിഷയങ്ങളെയും നമ്മൾ ചിട്ടപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക. കൈകൾ